നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണം കിട്ടിയില്ല എന്ന MP ശശി തരൂരിന്റെ പ്രതികരണം കരുതിക്കൂട്ടിയുള്ളതെന്ന നിരീക്ഷണം. തരൂരിന്റെ ഇലക്ഷൻ താരപ്രചാരകനായി ഉൾപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷന് പാർട്ടി നൽകിയ കത്ത് കോൺഗ്രസ് പുറത്തുവിട്ടതോടെ ശശി തരൂർ ശരിക്കും വെട്ടിലായി. പാർട്ടി യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഉലകം ചുറ്റി നടന്ന ശേഷം ക്ഷണം കിട്ടിയില്ല എന്ന വിമർശനം ഉയർത്തിയിരിക്കുന്നത് പുറത്തേക്ക് ചാടാനുള്ള കാരണം തേടിയുള്ള തരൂരിന്റെ നീക്കമാണെന്ന സംശയമാണ് കോൺഗ്രസിന് ഉള്ളത്. അതിനാൽ തന്നെ തരൂരിനെ പ്രതികരിച്ച് പ്രകോപിപ്പിക്കേണ്ട എന്ന നിർദ്ദേശമാണ് പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ശശി തരൂരിനെ പാർട്ടിയിലെത്തിച്ച് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. 4 തവണയാണ് തരൂരിന് കോൺഗ്രസ് പാർലമെന്റ് സീറ്റ് നൽകിയത്. അതിനിടയിൽ കേന്ദ്ര സഹമന്ത്രിയുമാക്കി. മന്ത്രി പദവിയുടെ ആദ്യ കാലയളവിൽ ലളിത് മോദിയുമായി ചേർന്ന് IPL ടീമുണ്ടാക്കി ബ്രോക്കറിംഗ് ഇടപാട് നടത്തി പണം നേടാൻ ശ്രമിച്ച വിവാദത്തിൽ ഒരു തവണ രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തരൂരിന്റെ രാജി ആവശ്യം ഉയർന്നു വന്നുവെങ്കിലും അന്ന് സംരക്ഷണം നൽകിയതും പാർട്ടി തന്നെയായിരുന്നു. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകാൻ കഴിയാതെ വന്നിട്ടുള്ളപ്പോഴാണ് തരൂരിന് തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം കുറഞ്ഞത്. 2 തവണ കഷ്ടിച്ചാണ് അദ്ദേഹം കടന്നുകൂടിയത്. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി തരൂർ കോൺഗ്രസിൽ നിന്ന് അകലാൻ കാരണം തേടി നടക്കുകയാണ് എന്ന നിരീക്ഷണം ശക്തമാണ്. തരൂർ BJPയുമായി അടുക്കുകയാണ് എന്ന അഭ്യൂഹങ്ങൾ പല തലത്തിൽ പ്രചരിക്കുന്നതിനിടയിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. തരൂരിനെ കേന്ദ്ര സർക്കാർ ചില അന്തർദേശീയ ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നും അതല്ല കേരളത്തിൽ തരൂരിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് BJP നീക്കമെന്നുമുള്ള അഭ്യൂഹങ്ങളാണ് ശക്തമാകുന്നത്. അതിനിടയിലാണ് പാർട്ടി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ എത്തിക്കൊണ്ട് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ബാധ്യത ഉണ്ടെന്നിരിക്കെ അത് ചെയ്യാതെ തന്നെ ക്ഷണിച്ചില്ല എന്ന പരാതി ഉയർത്തിയത്. ഈ ഒരു നീക്കത്തെ കോൺഗ്രസ് നിരീക്ഷകരും ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ പാർട്ടിയെ വെട്ടിലാക്കിയുള്ള ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു. തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല എന്ന തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചില താല്പര്യങ്ങളുടെ പേരിലാണ് എന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായവും ഉണ്ടായിരുന്നു. ശശി തരൂരിന്റെ വിമർശനങ്ങളെ അവഗണിക്കാനാണ് നേതാക്കളുടെ തീരുമാനമുണ്ടായിരുന്നത്. താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികളിൽ ക്ഷണിച്ചില്ല എന്നാണ് തരൂർ ക്യാമ്പിലെ മറുചോദ്യം. BJPയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണ് എങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് യഥാർത്ഥത്തിൽ തലവേദനയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് തന്നെ കോൺഗ്രസ് ക്ഷണിച്ചില്ല എന്ന് ശശി തരൂർ പരസ്യമായി പറഞ്ഞിരുന്നു. ക്ഷണം ഉണ്ടായിരുന്നില്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളെക്കുറിച്ച് യാതൊരു വിവരവും പറഞ്ഞിരുന്നുമില്ല. ക്ഷണിച്ചാൽ പോകുമായിരുന്നുവെന്നും ക്ഷണിക്കാത്ത ഇടത്തേക്ക് പോകാറില്ല എന്നും കൂടുതൽ സംസാരിച്ച് വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നും തരൂർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് എത്തിയിരുന്നു. എന്നാൽ പ്രവർത്തക സമിതി അംഗവും MPയുമായ ശശി തരൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. തരൂരിന്റെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ശ്രദ്ധേയമായിരുന്നു. ഈ സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയാകുന്നത്.